സാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിൽ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതും അവൻ ഇബാദത്ത് എടുക്കുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായിട്ടാണ്. നമ്മൾക്ക് ഇല്ലെങ്കിൽ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോവുക എന്ന് പറഞ്ഞ ഉദ്ദേശം അതാണെന്ന് പറയപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം മസ്ഊല. മനസ്സിലായോ? കാരണം അലാ റബ്ബിക ബഅദൽ മസ്ഊല, നിങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ചോദിക്കപ്പെടാവുന്ന ഒരു വാഗ്ദാനമാണ്. മനസ്സിലായോ? ആ വാഗ്ദാനമാണ്, വാഗ്ദാനം നിറവേറ്റപ്പെടുമെന്നതാണ്. അടുത്തത് വയൗമ, യൗം ദിവസം അല്ലേ? യഹ്ശുറുഹും അവരെ ഒരുമിച്ച് കൂട്ടുന്ന, മഹ്ശർ എന്ന് പറഞ്ഞല്ലേ, മഹ്ശറിൽ നിൽക്കുക. എന്താ ഹശറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി. യഹ്ശുറു ഒരുമിച്ച് കൂട്ടുന്നു, മഹ്ശർ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം, അതാണ് മഹ്ശറ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താ മഹ്ശർ എന്നർത്ഥം? ഒരുമിച്ച് കൂട്ടുന്നു എന്നോ? അപ്പൊ യഹ്ശുറു എന്ന് പറഞ്ഞാലോ എല്ലാത്തിനൊരർത്ഥ. മഹ്ശർ എന്ന് പറഞ്ഞാൽ എന്താ? സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്തു, യസ്ജുദു സുജൂദ് ചെയ്യുന്നു, മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം, അതുകൊണ്ടാണ് മസ്ജിദ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ദർസ പഠിച്ചു, യദ്റുസു പഠിക്കുന്നു, മദ്രസ പഠിക്കുന്ന സ്ഥലം, അങ്ങനെ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞേ എന്തിന്റെ സ്ഥലം? എന്താകുന്ന സ്ഥലം? ഒരുമിച്ച് കൂടുന്ന സ്ഥലം, മഹ്ശർ. അപ്പൊ യൗമ യഹ്ശുറുഹും അവരെ ഒരുമിച്ച് കൂട്ടും. വമാ യഅ്ബുദൂന അവർ ആരാധിച്ചിരുന്നതിനെയും, അവരെന്തിനെയാണോ ആരാധിച്ചിരുന്നത് അതിനെയും ഒരുമിച്ച് കൂട്ടും. അതിൽ കല്ലുകൾ ഉണ്ടാകാം, ബിംബങ്ങൾ ഉണ്ടാകാം, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഉണ്ടാകാം, മനുഷ്യരുണ്ടാകാം, ഔലിയാക്കൾ ഉണ്ടാകും, ശുഹദാക്കൾ ഉണ്ടാകും, മൃഗങ്ങൾ ഉണ്ടാവും. പലതരത്തിലുള്ള ആളുകളെയും ജീവികളെയും വസ്തുക്കളെയും ഒക്കെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട്. അവരെയും അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെയും എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടും. മിൻദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന, അവർ പൂജിച്ചു കൊണ്ടിരുന്ന, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എല്ലാറ്റിനെയും അന്ന് ഒരുമിച്ച് കൂടും. അങ്ങനെ ഒരു ദിവസമുണ്ട്. മനസ്സിലായോ? വയൗമ യഹ്ശുറുഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന വസ്തുക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം. ഫയഖൂലു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് പറയുന്നത്? അള്ളാഹു ആണ് പറയുന്നത്. അപ്പോൾ അള്ളാഹു പറയും അഅൻതും എന്താണ്? നിങ്ങളാണോ? അദിലൽതും എന്താണ്? നിങ്ങളാണോ വൈവിച്ചിട്ടുള്ളത്? വാലീൻ വലവാലീൻ, വൈവിച്ച് ഇവിടെ അല്ലാത്ത മാർഗത്തിൽ പഠിച്ചില്ലേ? ഫാത്തിഹ പഠിച്ചില്ലേ? പിന്നെ ഇങ്ങനെ അതിലത്തും തന്നെ അർത്ഥം വരണ്ടേ? അതിലത്തും നിങ്ങളാണോ വൈവേച്ചിട്ടുള്ളത്? ഇബാദി, എന്റെ അടിമകളെ നിങ്ങളാണോ വൈവേപ്പിച്ചിട്ടുള്ളത്? ഹൗലായി കാണുന്ന ആരാധ്യന്മാരും അതുപോലെ ആരാധിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. മനസ്സിലായോ? അതായത് ഇബാദത്ത് എടുത്തവരുണ്ടാവും, അതുപോലെ ആരെയാണോ ആരാധിച്ചിരുന്നത് അവരും ഉണ്ടാവും. ശ്രീകൃഷ്ണനുണ്ടാവും, ശ്രീരാമനുണ്ടാകും, അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പല കോലത്തിലുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഈസാ നബി വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രവാചകനാണ്. ഇവരൊക്കെ അവിടെ ഉണ്ടാകും. ഇവരോടൊക്കെ ചോദിക്കുന്നത് ഈസാ നബിയും ബദരീങ്ങളും അതുപോലെ തന്നെ ആരെയൊക്കെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് അവരോട് ചോദിക്കും, എന്ത്? ഇവരെ വഴിതെറ്റിച്ചത് നിങ്ങളാണോ എന്ന് അവരോട് ചോദിക്കും. മനസ്സിലായോ? അംഹും വല്ലു സബീൽ, അതല്ല അവർ തന്നെ തെറ്റിപ്പോയതാണോ? നിങ്ങൾ പറഞ്ഞ് തെറ്റിച്ചതാണോ? അല്ലെങ്കിൽ അവർ വഴി തെറ്റിപ്പോയതാണോ? നിങ്ങളൊന്നും അറിയാത്തവരാണോ എന്ന് അള്ളാഹു ചോദിക്കും. മനസ്സിലായോ? ഇതാണ് ചോദിക്കുന്നത്. ഈസാ നബിയും മൂസാ നബിയും അതുപോലെ മുഹമ്മദ് നബിയും ഉൾപ്പെടുന്ന പ്രവാചകന്മാർ, ഇബ്രാഹിം നബി ഒക്കെ ഇതിൽ വരും. കാരണം ഇബ്രാഹിം നബിയുടെ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ മക്കയിലുള്ള ആളുകൾ ഉണ്ടാക്കി ആരാധിച്ചിരുന്നു. മനസ്സിലായോ? ഇവിടെ കേരളത്തിലുള്ള ആളുകൾ വിഗ്രഹമില്ലെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുക തന്നെയാണ്. മനസ്സിലായോ? വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആരാധനയുടെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇതിൽ പെടും.
അതുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇവരാണോ നിങ്ങളെ വഴിതെറ്റിച്ചിട്ടുള്ളത്? നിങ്ങളാണോ ഇവരെ വഴിതെറ്റിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും. മനസ്സിലായോ? ആരോട് ചോദിക്കുന്നത്? ഈ ആരാധിച്ചിട്ടുള്ള വസ്തുക്കളോടും മനുഷ്യരോടും. വസ്തുക്കളോടും ചോദിച്ചിട്ട് കാര്യമില്ല, മനുഷ്യരോടും. അപ്പൊ അവരെന്താ പറയാ? ഖാലു, അവര് പറയും. ആര്? ആ ആരാധിക്കപ്പെട്ടിട്ടുള്ള ഈസാ നബി ഉണ്ടാകും, മൂസാ നബി ഉണ്ടാകും, മുഹമ്മദ് നബി ഉണ്ടാകും, ബദരീങ്ങൾ ഉണ്ടാകും, മുഹീദ്ദീൻ ശൈഖ് ഉണ്ടാകും. ഇനി ആരൊക്കെ വരാനുണ്ടോ അവരൊക്കെ ഉണ്ടാവും. തങ്ങന്മാര്, ഔലിയാക്കന്മാരൊക്കെ ഉണ്ടാവും. അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ? അവരൊക്കെ അതിലുണ്ടാകും. അവരെന്താ പറയാ? അവരൊന്നും അറിയുന്നില്ലല്ലോ. ഈസാ നബി പറഞ്ഞിട്ടുണ്ടോ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണോ, എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ എന്നെ വിളിച്ചു ഞാൻ ഉത്തരം തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ആരും പറയാത്തത് കൊണ്ട് തന്നെ എന്താണ്? നീ പറഞ്ഞാൽ തന്നെ പറഞ്ഞ വേറെ വിഷയം. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നാണ്. സുബ്ഹാനക, പരലോകത്ത് ചെന്ന സംഭാഷണം കേട്ടോ. ഇന്നിവിടെ വെച്ച് പലരും പറയും അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ. പക്ഷെ അവിടെ വെച്ച് അവർ പറയുന്നത് എന്താണ്? കാലു, അവര് പറയും, ആരാധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പറയും, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്, നീ എന്താണ് ഈ പറയുന്നത്? അല്ലാഹു പറയും, നീ എന്താണ് പറയുന്നത്? ഞങ്ങളെ വിചാരിച്ചിട്ട് പോയില്ല. അതാ പറഞ്ഞത്, മാ കാന യംബഈ, നിങ്ങൾക്ക് യോജിച്ചതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല. അന്നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നിന്നെ കൂടാതെ ഔലിയാക്കളെ സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല എന്ന് അവരോട് പറയും. ആരോടാ പറയാ? ഇതാരാ പറയുന്നത്? ഈ വാക്കാരാണ് കാലു എന്ന് പറഞ്ഞ ആരാണ് പറയുന്നത്? ആരാധിച്ചിട്ടുള്ള ആളുകൾ, അതായത് ഈസാ നബിയും മൂസാ നബിയും മുഹമ്മദ് നബിയും ബദരീങ്ങളൊക്കെ പെടുന്ന ആ വിഭാഗമാണ് പറയാ കാലു. അവര് പറയും. അവരെന്താ പറയുന്നത്? സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നിന്നെ കൂടാതെ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരോട് സഹായം ചോദിക്കുക, അവരെ രക്ഷാധികാരികളാക്കി വെക്കുക, ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല. കാരണം ഞങ്ങളത് ചെയ്തിരുന്നില്ല. ഈസാ നബി അതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരൊറ്റ നബിയെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. മുഹമ്മദ് നബി, ഈസാ നബി ഉൾപ്പെടെ ഒരൊറ്റ നബിയെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതിനുശേഷം വന്ന് ഈ പറയുന്ന വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മുഹീദ്ദീൻ ശൈഖ് അതിന് മുമ്പ് കഴിഞ്ഞു പോയ ഒരു മഹാനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. മുൻകാലത്ത് വന്നിട്ടുള്ള താബികൾ ആരും തന്നെ മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ അവർ ചോദിക്കുന്നത് എന്താണ്? ഞങ്ങളോടാണ് നീ പറയുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല, ഞങ്ങൾക്ക് യോജിച്ചതല്ല, ഞങ്ങളുടെ പണിയേ അല്ലത്. നിന്നെ കൂടാതെ മറ്റ് ഔലിയാക്കളെ വിളിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് യോജിച്ച കാര്യമല്ല. പിന്നെയോ വലാക്കിൻ പക്ഷേ മത്തഅ്തഹും എന്ന് പറഞ്ഞാല് ഐഹിക ജീവിതത്തെ, ഭൗതിക ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്. എന്ത്? അമൽ ഹയാത്ത് ദുനിയ, ഐഹിക ജീവിതമല്ല, ഇല്ലാ മത്താവല്ലൂ, വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമില്ല. മറ്റൊന്നുമല്ല എന്ന് കേട്ടോ. ഫിക്കിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്ക് എടുക്കട്ടെ, ഇതായത്തിലെടുക്കട്ടെ. വലാക്കിൻ മത്തഅ്തഹും, നീ അവർക്ക് സൗഭാഗ്യം നൽകി, സുഖം നൽകി. മത്തഅ്തഹും, നീ അവർക്ക് സൗഭാഗ്യം നൽകി, സുഖം നൽകി. ആബാഅഹും, അവരുടെ ഉപ്പമാർക്കും പിതാക്കന്മാർക്കും. അബിന്റെ ജമാണ് ആബാ കേട്ടോ. ആബാഅഹും, അവരുടെ പിതാക്കന്മാർക്കും നീ എന്ത് ചെയ്തു? സൗഖ്യം നൽകി. അവർക്ക് നീ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അവരിൽ ഗൾഫുകാരുണ്ടായി, മനസ്സിലായോ? ഗൾഫിൽ പോയി കുറെ പൈസ ഒക്കെ ഉണ്ടായി. അപ്പൊ പിന്നെ പൈസ ഒന്നും കൊണ്ടുവെക്കാൻ എന്തില്ല, സ്ഥലമല്ലാണ്ട്. അപ്പൊ അവിടെ കൊണ്ടുവെക്കണ്ടേ? അവിടെ കൊണ്ട് തീർക്കേണ്ടത്. അങ്ങനെ ജാറങ്ങളിലും മക്ബറകളിലും അവർക്ക് തോന്നിയടത്തിലൊക്കെ എന്ത് ചെയ്തു? അത് കൊണ്ട് ചുടാൻ തുടങ്ങി. അവർക്ക് സുഖ സൗകര്യങ്ങൾ ഉണ്ടായി. മത്തകിനാവും, നാം അവർക്ക് സുഖ സൗകര്യങ്ങൾ നൽകി. ഇതാണ് പട്ടിണി എടുക്കുന്നത്. പിന്നെ ജാറത്തിൽ പോയിട്ടൊന്നും പൈസ കൊടുക്കൂലോ. ഇതിപ്പോ കൊണ്ടുകൊടുക്കുന്ന ആരാ? പട്ടിണി കൊടുക്കുന്നവരും പോകുന്നുണ്ടല്ലേ അവിടെയൊക്കെ? ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവനും അവിടെ എന്താണ് തങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നുണ്ട്. അത് വേറെ വിഷയം. എന്തിനാലും ഇവിടെ പറയുന്ന വിഷയം എന്താ? കൂടുതലായിട്ട് പോകുന്നത് പണമുള്ളവരാണ്. കാരണം അവർ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. എവിടെ കൊണ്ട് ചുടണോ? അവർ പാവങ്ങൾക്ക് കൊടുക്കൂല. അവരെന്ത് ചെയ്യും? ഇങ്ങനത്തെ ചാരങ്ങളിലും മക്ബറകളിലേക്കും അവർ കൊണ്ടുപോകും. അതാ പറഞ്ഞ വലാക്കിൻ മത്താഅ്തഹും
വാബാവും അവർക്കും അവരുടെ ഉപ്പമാർക്കും നീ സുഖം നൽകി സൗഖ്യം നൽകി ഭൗതികമായിട്ടുള്ള വിഭവങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഹത്താ നസു ദിക്റ, നിന്നെ അങ്ങനെ അവർ മറന്നു കളഞ്ഞു. ഹത്താ ഏതുവരെ അവർക്ക് നീ സൗഖ്യം നൽകി സുഖം നൽകി, നസു അവർ മറക്കുന്നത് വരെ, ദിക്റ ഉത്ബോധനം, ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ മറക്കുന്നത് വരെ. മനസ്സിലായോ? സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്താണ് ആളുകൾ ദൈവത്തമാർക്കും ദൈവം പറയുന്നത് മറക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകൾക്ക് എത്തിക്കുന്നവർക്ക് അവർക്കൊന്നും അതിൽ നിന്ന് ആവശ്യമില്ല. അവർക്ക് അവരുടെ താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളും അതുപോലെ താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങളും മാത്രമായിട്ട് മാറും. അങ്ങനെ അവർ ഉത്ബോധനത്തെ മറന്നു കളയും. കാനു അങ്ങനെ അവരായിത്തീരും. ഉത്ബോധനത്തെ മറന്നു കളഞ്ഞാൽ, ഖുർആനെയും സുന്നത്തിനെയും മറന്നു കളഞ്ഞാൽ അവരെങ്ങനെയുള്ള ജനതയാകും? ഖൗമൻ ബൂറ, നശിച്ച ഒരു ജനതയായി. ബൂർ എന്ന് പറഞ്ഞാല് നശിച്ചട്ടാ. അങ്ങനെ അവർ നശിച്ചു പോകും. മനസ്സിലായോ? ഇന്നത്തെ കാലത്തുള്ള ആളുകൾ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് പലരും. മനസ്സിലായോ? നശിച്ച ജനതയായി. അപ്പൊ സുഖസൗകര്യങ്ങൾ കൂടുമ്പോ മനുഷ്യൻ എന്താണ്? ഉത്ബോധനങ്ങൾ